പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാ. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഹാലേലുയ. കരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ഹാലേലുയ, ഹല്ലേലൂയ, ഹാലേലുയ, ഹല്ലേലൂയ, ഹാലേലുയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലങ്ങളിൽ ഒന്നാമത്തെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ആ സ്നേഹത്തെ അധിഷ്ഠിതമാക്കി സ്നേഹത്തിൻ്റെ വിവിധ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല എന്നതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യാൻ പോകുന്നത്. സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. നമുക്ക് ഒരുമിച്ച് പറയാം, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. കരമുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ്, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. വിദ്വേഷം പുലർത്തുന്നില്ല. സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു എന്താണ് വിദ്വേഷം. അപരൻ ചെയ്യുന്ന, എനിക്കെതിരായിട്ട് ചെയ്യുന്ന തിന്മകളെ, അപരാധങ്ങളെ ഒരിക്കലും ക്ഷമിക്കാതെ ഹൃദയത്തിൽ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്ന ആ ഒരു നീരസത്തിൻ്റെ, ഇഷ്ടക്കേടിൻ്റെ പേരാണ് വിദ്വേഷമെന്ന് പറയുന്നത്. നമ്മൾ കണ്ടു എല്ലാവരിലും ഈ വിദ്വേഷം ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലരൊക്കെ ഈ വിദ്വേഷം പുറമേ അതൊരു കോപമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. അതെല്ലാവരും ചെയ്യണമെന്നില്ല. പിന്നീട് നമ്മൾ കണ്ടു, വിദ്വേഷം എന്ന് പറയുന്നത് ഒരു കണക്ക് പുസ്തകം പോലെയാണ്. നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന എല്ലാ തിന്മകളുടെയും കണക്കുകളൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുക. അതിനൊത്തിരി ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് നമ്മൾ ബൈബിളിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. സാറായെയും ഹാഗാറിനെയും കുറിച്ച് നമ്മൾ കണ്ടു. താൻ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഹാഗാറിൻ്റെ മനസ്സിൽ ഒരു വിദ്വേഷം വളരുകയാണ് സാറായിക്കെതിരായിട്ട്. അവൾക്ക് തൻ്റെ യജമാനത്തിയായ സാറായോടുണ്ടായിരുന്ന ആ ബഹുമാനവും ആദരവുമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു പുച്ഛ മനോഭാവത്തോടുകൂടി അവളെ നോക്കിക്കാണുവാനായിട്ട് തുടങ്ങുകയാണ്. സാറായുടെ ഹൃദയത്തിൽ വിദ്വേഷം വളർന്നുകൊണ്ടേയിരുന്നു, രണ്ടുപേരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ സാറായിക്കും ഉറക്കം നഷ്ടപ്പെട്ടു. അവൾ അസ്വസ്ഥയായി. ഒടുവിൽ ഹാഗാറിനെയും കുഞ്ഞിനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ ഞാൻ ജനപാലം നടത്തുകയില്ല എന്ന് അവൾ വാശി പിടിച്ചു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ഇടയിലുണ്ടായിരുന്ന വിദ്വേഷത്തെ നമ്മൾ കണ്ടു. ഹാഗാർ തനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യത്തിന് കാരണക്കാരിയായ സാറായെ തൻ്റെ യജമാനത്തിയോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിക്കുന്നവളായി, നിന്ദിക്കുന്നവളായി അവൾ മാറി. കാരണം
അവളുടെ ഹൃദയത്തിൽ സാറായോട്, തൻ്റെ യജമാനത്തിയോട് യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിൽ മറ്റു രണ്ട് കഥാപാത്രങ്ങളായ ലേയായെയും റാഹേലിനെയും കുറിച്ച് നമ്മൾ കണ്ടു. ലേയായേക്കാളധികം യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. തൻ്റെ ഭർത്താവ് തന്നെ അവഗണിക്കുന്നു എന്ന കാര്യം ലേയായെ വളരെയധികം വേദനിപ്പിച്ചു. അത് അവളിൽ അസൂയ ഉളവാക്കി. ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്നും പിറന്ന സ്വന്തം സഹോദരിയെ സ്നേഹിക്കുന്നതിന് പകരം, അവളുടെ നന്മ ആഗ്രഹിക്കുന്നതിന് പകരം സഹോദരിയോട് വിദ്വേഷം പുലർത്തുന്നവളായിട്ട് ലേയ മാറുകയായിരുന്നു. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹെറോദിയായുടെയും സ്നാപയോഹന്നാന്റെയും ആ ഒരു മനോഹരമായ എപ്പിസോഡ് നമ്മൾ കണ്ടു. വിദ്വേഷത്തിന്റെ മറ്റൊരു കഥയാണ് നമ്മളിവിടെ കണ്ടത്. ഹെറോദിയായ്ക്ക് സ്നാപയോഹന്നാനോട് ഹൃദയത്തിലുണ്ടായിരുന്ന ആ ഒരു വിദ്വേഷം, തൻ്റെ സഹോദരന് ഹെറോദേസ് രാജാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യയായിരുന്ന ഹെറോദിയായെ വിവാഹം കഴിച്ച് കൂടെ പാർപ്പിച്ചത് ശരിയായില്ല. അതിനെ എതിർത്ത സ്നാപയോഹന്നാനെ വകവരുത്തുവാനായിട്ട് അവസരം പാർത്തിരുന്ന ഹെറോദിയായാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഊണിലും ഉറക്കത്തിലും ഈ സ്നാപയോഹന്നാനെ എങ്ങനെ വകവരുത്താമെന്ന് അവൾ ചിന്തിച്ചു. അവസരം കിട്ടിയപ്പോൾ സ്നാപയോഹന്നാന്റെ തല ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ ആ ഒരു കൃത്യം നിർവഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് വിദ്വേഷത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ്. വിദ്വേഷത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വിദ്വേഷത്തിന്റെ ദൂഷ്യഫലം, ഒന്നാമത്തെ ഫലമെന്ന് പറയുന്നത് അത് നമ്മളെ വിഭാഗീയതയിലേക്ക് നയിക്കുന്നു, ഒരു വിഭജനമുണ്ടാക്കുന്നു, ഉണ്ടായിരിക്കുന്ന കൂട്ടായ്മയെ നശിപ്പിക്കുന്നു. ഒരു വിഭജനത്തിൽ, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഇടവകയിലായാലും എവിടെയായാലും ഒരു വിഭജനം കൊണ്ടുവരുന്നു. അതാണ് വിദ്വേഷത്തിന്റെ ഒന്നാമത്തെ ഫലമെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സമാനമായ ഒരു മനോഭാവം ഉണ്ടായിരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ പക്വതയില്ലാത്തവരെന്നാണ് ശ്ലീഹാ വിശേഷിപ്പിക്കുന്നത്. 1 കൊരിന്തോസ് 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിന്റെ ആളാണെന്നും ചിലർ ഞാൻ അപ്പോളോസിന്റെ ആളാണെന്നും പറഞ്ഞു നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കക്ഷിചേരൽ മനോഭാവമാണ് നമ്മൾ കാണുന്നത്. പൗലോസിന്റെ പേരിൽ അണിനിരക്കുന്ന കുറച്ചു പേര്, അതുപോലെ അപ്പോളോസിന്റെ പേരിൽ നിരക്കുന്ന മറ്റൊരു സമൂഹം. ഈ ചേരിതിരിവ് വരുന്നതിന്റെ കാരണം ഒരാളോട് വിദ്വേഷമുണ്ടാകുമ്പോൾ, സ്വല്പം നീരസമുണ്ടാകുമ്പോൾ, ഇഷ്ടക്കേടുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പൗലോസിനെ വിട്ടിട്ട് അപ്പോളോസ് പക്ഷക്കാരന്റെ കൂടെ ചേരുന്നത്. നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും അപ്പോളോസ് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ അപ്പോളോസിനെയും പൗലോസിനെയും വിട്ടിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു സഭ അങ്ങ് തുടങ്ങും. ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന കാരണം എന്താണ്? വിദ്വേഷമാണ്. ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു നീരസം അത് വിഭാഗീയത ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ ഈ കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ വ്യക്തമാക്കി തരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷമാണ് ചേരിവ് തിരിവുകൾക്ക് കാരണമായി തീരുന്നത്. കൂട്ടായ്മയ്ക്ക്, ഐക്യത്തിന് ഭംഗം വരുത്തുന്നത് ഈ ഒരു വിദ്വേഷമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലാണ് ഈ ചേരിതിരിവുകൾ ഉള്ളത്? വർണ്ണത്തിന്റെ പേരിലുണ്ട്, ഇല്ലേ? വർണ്ണത്തിന്റെ പേരിലുണ്ട്, വർഗത്തിന്റെ പേരിലുണ്ട്. അതുപോലെ പാർട്ടിക്കാർക്കിടയിൽ, അല്ലെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ആ പാർട്ടിക്കിടയിൽ തന്നെ
പലതരത്തിലുള്ള എന്താണ് ചേരിതിരിവുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷം പിടിക്കുന്നവര്, ഈ കക്ഷി ചേരൽ മനോഭാവങ്ങളൊക്കെ. അതുപോലെ സഭയിലുണ്ട്, റീത്തിന്റെ പേരിലുണ്ട്, ആരാധനാക്രമത്തിന്റെ പേരിലുണ്ട്. അതുപോലെ മനുഷ്യ വിഭജിക്കപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് അവന്റെ ഉള്ളിലുള്ള ഈ വിഭാഗീയ ചിന്ത തന്നെയാണ്. മാറ്റാൻ ആഗ്രഹിക്കാത്ത, ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഈ പരസ്പര വിദ്വേഷമാണ്, ഈ നീരസമാണ് ഈ കൂട്ടായ്മയെ തകർക്കുന്ന, ഈ കക്ഷി ചേരലിന് കാരണമായി തീരുന്നത്. പുറമെ പ്രിയപ്പെട്ടവരെ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളിലെന്നും വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ പകയുടെ ആ നീരസം എന്നും ഇങ്ങനെ എരിഞ്ഞുകൊണ്ട് തന്നെയിരിക്കും. നമുക്കറിയാം, പണ്ട് കൂട്ടുകുടുംബമുണ്ടായിരുന്ന കാലത്ത് ഒരേ കുടുംബത്തിൽ തന്നെ പല അടപ്പുകൾ പുകഞ്ഞിരുന്നു, അല്ലെ? ഞങ്ങളുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ പുക വരുന്നത് കാണും. കാരണം എന്താണ്? പല അടപ്പുകളാണ്. കൂട്ടുകുടുംബമാണെങ്കിലും അവിടെ ഒരൈക്യമില്ല. ഓരോരുത്തരും ഇങ്ങനെ വിഭാഗീയ ചിന്തകളുള്ള, വിഭജനമുള്ളത് കൊണ്ട് ഓരോരുത്തരെയും താങ്കളുടെ ഇഷ്ടം നോക്കിയിട്ട് പല അടപ്പുകൾ അങ്ങനെ അവിടെ ഉയരുകയാണ്. അതുപോലെ അത് കുടുംബത്തിൽ വിഭജനം ഉണ്ടാക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. ഇന്ന് കൂട്ടുകുടുംബം അധികം ഇല്ലായെങ്കിൽ തന്നെയും, അതുപോലെ അംഗങ്ങൾ കുറവാണെങ്കിലും ഇന്നും പല അടപ്പുകൾ ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്, അല്ലേ? ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഒരാളെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. അയാളോടുള്ള അമ്മായിയമ്മക്ക് ചിലപ്പോൾ മരുമകളെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കന്മാരെ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്, ഭർത്താവ് മരിച്ച അമ്മയുണ്ട്, മരുമകളും മകനുമുണ്ട്. പക്ഷെ അവർ രണ്ടടപ്പാണ് അവിടെ. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള രീതിയിൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, മക്കൾ വേറെ രീതിയിൽ. കാരണം ഇവർക്ക് തമ്മിൽ ആ ഒരു ഐക്യമില്ല, ഉൾക്കൊള്ളുവാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ മകനായ അബ്സലോമിന് പിതാവിനോടുണ്ടായ വിദ്വേഷത്തിന്റെ കഥ നമ്മൾ സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്തുകൊണ്ടാണ് അബ്സലോം തന്റെ പിതാവിനെതിരെ സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടുകയും അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് പടനയിക്കുകയും ചെയ്തത്? കാരണം അവന്റെ ഉള്ളിൽ തന്റെ പിതാവിനെതിരെ ഒരു വിദ്വേഷമുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? തന്റെ സഹോദരിയായ താമാറിനെ നശിപ്പിച്ച ആമ്നോനെ വകവരുത്തിയ അബ്സലോം 3 വർഷം ഗഷൂറിൽ പോയി ഒളിച്ചു താമസിക്കുകയാണ്. എന്നാൽ പിന്നീട് രാജാവ് തന്നെ അവനെ തിരിച്ചു വിളിപ്പിച്ചിട്ട് അവൻ മടങ്ങി വന്നപ്പോൾ അവനെ കൊട്ടാരത്തിൽ കയറ്റുവാനോ അവനെ ഒന്ന് കാണുവാനോ അവനോടൊന്ന് സംസാരിക്കുവാനോ ദാവീദ് തയ്യാറായില്ല. ഇത് അബ്സലോമിനെ സംബന്ധിച്ചിടത്തോളം അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത് അബ്സലോമിന്റെ ഹൃദയത്തിൽ വിദ്വേഷം വളർത്തി. തന്റെ പിതാവ് തന്നോട് ചെയ്ത ഈ അവഗണനയെ ഓർത്ത് അവന്റെ ഹൃദയം എന്നും നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. വിദ്വേഷം നിറഞ്ഞ ഹൃദയത്തോടെ അവൻ പിതാവിനെതിരെ കരുക്കൾ നീക്കുകയാണ്. തന്ത്രപൂർവം അവൻ ആളുകളെയും തന്റെ മറ്റു സഹോദരങ്ങളെയും തന്റെ വശത്താക്കി അങ്ങനെ ഒരു വിഭാഗീയത ആ രാജകൊട്ടാരത്തിൽ അവൻ സൃഷ്ടിച്ചു. വിദ്വേഷം മൂലം അവന്റെ ഹൃദയം പിതാവിൽ നിന്നിങ്ങനെ അകന്നകന്നുപോയി. അവനൊരിക്കലും തൻ്റെ പിതാവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഒരിക്കലും സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, ഹൃദയത്തിൽ വിദ്വേഷമുള്ള ഒരാൾക്കൊരിക്കലും ഒരു കൂട്ടായ്മയോട്, ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയോട്, ഐക്യത്തോട് ചേർന്ന് നിൽക്കുവാനോ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല. വിദ്വേഷം ഇങ്ങനെ വളർന്ന് കലാപങ്ങളായും യുദ്ധങ്ങളായും അതുപോലെ വഴക്കുകളൊക്കെ ആയി തീർന്നതിൻ്റെ ഒത്തിരിയേറെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ
സ്വരമുയർത്തി വിളിക്കട്ടെ, ആധരം തുറന്നു വിളിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടായ്മയെ നിലനിർത്തണമേ, വിഭാഗീയ ചിന്തകൾ എടുത്തു മാറ്റണമേ, വിദ്വേഷത്തെ ശമിപ്പിക്കണമേ, ഞങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിദ്വേഷത്തിൻ്റെ രണ്ടാമത്തെ ഒരു ദൂഷ്യഫലമെന്ന് പറയുന്നത്, ആരോടാണോ ഉള്ളിൽ വിദ്വേഷമുള്ളത് അവരുടെ നന്മകളെ നമുക്കൊരിക്കലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്തൊക്കെ നന്മകളുണ്ടെങ്കിലും എനിക്ക് അയാളോട് വിദ്വേഷമാണുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അയാളുടെ നന്മകളെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഉദാഹരണമായിട്ട്, ഈശോയോട് പോലും വിദ്വേഷമുണ്ടായിരുന്നവരെ നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്നു. ഫരിസേയർക്കും ഹേറോദേസ് പക്ഷക്കാർക്കും കർത്താവിനോട് വിദ്വേഷം തോന്നാനുണ്ടായ കാരണം ഈശോ അവർ ചെയ്ത കാര്യങ്ങളെ വിമർശിച്ചിരുന്നു, അവരുടെ തിന്മകളെ വിമർശിച്ചിരുന്നു, അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിരുന്നു, അവരുടെ കാപട്യത്തെ യേശു തുറന്നു കാട്ടിയിരുന്നു. അതുകൊണ്ട് ഈശോയുടെ പ്രബോധനങ്ങളെ, അവൻ്റെ ഒരു പ്രവൃത്തിയെയും അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പോലും അംഗീകരിക്കുവാനായിട്ട് ഈ ഒരു സമൂഹത്തിന് അവർക്ക് അംഗീകരിക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. ഈശോ പിശാചുബാധിതനെ സുഖപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ്, ബേൽസെബൂളിനെ കൊണ്ടാണ് ഇവയൊക്കെ ചെയ്യുന്നത്. ആ ഒരു നന്മ അംഗീകരിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഒരു സമൂഹത്തിൽ ഒരാൾ സുഖപ്പെടുമ്പോൾ അവന് ലഭിച്ച ആ ഒരു നന്മയെ ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. യേശു പ്രവർത്തിച്ച ഈ മഹാ അത്ഭുതത്തെ അവർക്കൊരിക്കലും അംഗീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. കാരണം യേശുവിനോട് അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വിദ്വേഷമായിരുന്നു. അതുപോലെ തന്നെ 38 വർഷം തളർന്നു കിടന്നിരുന്ന ആ ഒരു തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? അവരൊരു വിവാദമുണ്ടാക്കി, ഇവൻ സാപത്തിലാണ് ഈ രോഗശാന്തി നൽകുന്നത്, സാപത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക നിഷിദ്ധമാണെന്ന് പറഞ്ഞ് യേശുവിനെതിരായിട്ട് തിരിയുകയായിരുന്നു. കാരണം അവർക്ക് യേശുവിനെതിരായി അവരുടെ ഹൃദയത്തിൽ വിദ്വേഷമുണ്ടായിരുന്നു. അതുപോലെ വീണ്ടും ജന്മനാ അന്ധനായിരുന്നവനെ സുഖപ്പെടുത്തിയത് അവർക്കൊരിക്കലും അംഗീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. അവർ അവനെയും അവൻ്റെ മാതാപിതാക്കന്മാരെയും ഒത്തിരിയേറെ തവണ ചോദ്യം ചെയ്യുന്നതായിട്ട്, പലവട്ടം വിചാരണ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. സൗഖ്യം പ്രാപിച്ചവനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത് നമ്മൾ അവിടെ കാണുകയാണ്. അതുപോലെ ലാസറിനെ ഉയർപ്പിച്ച മഹാത്ഭുതത്തെ പോലും അവർക്കൊരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ലാസർ മൂലം ഒത്തിരിയേറെ വ്യക്തികൾ യേശുവിൻ്റെ അടുത്ത് വരികയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് യേശുവിനോട് മാത്രമല്ല ലാസറിനോടും വിദ്വേഷമുണ്ടായി. ലാസറിനെ പോലും കൊല്ലുവാനായിട്ട് അവർ ഗൂഢാലോചന നടത്തുകയും ചെയ്തു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നന്മകളൊന്നും അവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ഉള്ളിൽ വിദ്വേഷത്തിൻ്റെ വിഷമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, എല്ലാ മനുഷ്യരും, നമ്മളെല്ലാവരും കുറവുകളുള്ളവരാ. നമ്മൾ പരസ്പരം സ്വീകരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും കുറവുകളോടുകൂടെ തന്നെയാണ്. കുറവുകളില്ലാത്ത മാതാപിതാക്കന്മാരുണ്ടോ? ജീവിത പങ്കാളികളുണ്ടോ? മക്കളുണ്ടോ? ആരുമില്ല. എല്ലാവർക്കും കുറവുകളുള്ളവരാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുറവുകളോടുകൂടിയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയുമൊക്കെ ചെയ്യേണ്ടത്. ഈ കുറവുകളോടുകൂടി തന്നെയാണ് പരസ്പരം നമ്മൾ ബഹുമാനിച്ചും അംഗീകരിച്ചും മുന്നോട്ട് പോകേണ്ടത്. അതിന് ചാലകശക്തിയായി തീരുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹമാണ്. സ്നേഹമെന്ന പുണ്യമാണ്. ഈ സ്നേഹമെന്ന പുണ്യത്തിന് തുരങ്കം വയ്ക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു തിന്മയാണ് വിദ്വേഷമെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷമുള്ളപ്പോൾ
അവന്റെ കുറവുകളോടുകൂടി നമുക്കൊരിക്കലും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷമുള്ളപ്പോൾ അവരുടെ കഴിവുകളെ നമുക്കൊരിക്കലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷമുള്ളപ്പോൾ അവരുടെ വ്യതിരക്തതയെ, അവരുടെ വ്യത്യസ്തതയെ നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ. വിദ്വേഷമെന്ന തിന്മയെ എടുത്തു മാറ്റണമേ. മറ്റുള്ളവരെ കുറവുകളോടെ സ്നേഹിക്കാനും അവരുടെ നന്മകളെ അംഗീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഉറക്കെ വിളിക്കാം. ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാം, സ്നേഹത്തോടെ വിളിക്കാം, വിദ്വേഷം വിട്ടുപേക്ഷിച്ച് വിളിക്കാം, നമ്മുടെ എല്ലാ കുറവുകളെ സമർപ്പിച്ചുകൊണ്ട് വിളിക്കാം, മറ്റുള്ളവരുടെ നന്മകളെ അംഗീകരിച്ചുകൊണ്ട് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ദൂഷ്യഫലമെന്ന് പറയുന്നത് ഹൃദയത്തിൽ വിദ്വേഷമുള്ളപ്പോൾ നമുക്കൊരിക്കലും ഒരാളോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കിഷ്ടക്കേടുകളുള്ള ഒരാൾ ചെയ്യുന്ന തെറ്റുകളെ നമുക്ക് എളുപ്പത്തിൽ ക്ഷമിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്കൊരിക്കലും അവരോട് ക്ഷമിക്കുവാനോ പൊറുക്കുവാനോ സാധിക്കുകയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതേ തെറ്റു തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ ക്ഷമിക്കുമല്ലേ? അതാണ് വ്യത്യാസം. ഒരു തെറ്റ് തന്നെ ഒരാൾ, അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. അതേ തെറ്റ് തന്നെ ഇത്തിരി ഗൗരവം കൂടിയതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കും, നമ്മൾ ക്ഷമിക്കും. കാരണം നമ്മൾ മുഖം നോക്കുന്നവരാണ്. നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുഖം നോക്കിയാണ്. ഇഷ്ടപ്പെടാത്തവരെ പോലും ആദരിക്കുന്ന, ക്ഷമിക്കുന്ന പുണ്യത്തിന്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. യേശു തന്നെ പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് എളുപ്പമാണ്. നമുക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമ്മളെ സ്നേഹിക്കാത്തവരെ നമ്മൾ സ്നേഹിക്കുമോ? അതിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മേന്മ അടങ്ങിയിരിക്കുന്നത്. അല്ലാതെ മുഖം നോക്കിയിട്ട് അല്ല നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മേന്മ അടങ്ങിയിരിക്കുന്നത്. ഉദാഹരണമായിട്ട്, ഒരമ്മായിയമ്മയ്ക്ക് മൂത്ത മരുമകളോട് കുറച്ച് ചൊരുക്കുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ അതേസമയം തന്നെ ഇളയ മരുമകളോട് ഇത്തിരി സ്നേഹ കൂടുതലുമുണ്ടെന്ന് വിചാരിക്കുക. അടുക്കളയിൽ കഞ്ഞിക്ക് രണ്ടുപേരും കൂടി, മരുമക്കൾ രണ്ടുപേരും കൂടി അടുക്കളയിൽ കഞ്ഞിക്കരയിട്ടിട്ട് രണ്ടുപേരും കൂടി വന്നിട്ട് സീരിയൽ കാണുകയാണ്, അല്ലെ? അപ്പോഴാണ് മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് അമ്മായിയമ്മ വീട്ടിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? കഞ്ഞി തിളച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ, അല്ലെ? അമ്മായിയമ്മക്ക് വിദ്വേഷം, അമ്മായിയമ്മ ദേഷ്യപ്പെടുന്ന ആരോടായിരിക്കും? മൂത്ത മകളോടായിരിക്കും, അല്ലെ? നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്തുകൊണ്ടാണ്? അവളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരേ തെറ്റ് തന്നെ, രണ്ടുപേരും കുറ്റക്കാരാണ്. പക്ഷെ ഇളയവളോട് സ്വല്പം സ്നേഹം കൂടുതലുള്ളത് കൊണ്ട്, മൂത്തവളോട് സ്നേഹമില്ലാത്തത് കൊണ്ട് ആ ദേഷ്യം മുഴുവനും തീർക്കുന്നത് മൂത്തവളോടായിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നമുക്ക് വിദ്വേഷമുള്ളപ്പോൾ, ഒരാളോട് സ്വല്പം നീരസമുണ്ടെങ്കിൽ, ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, നമുക്കൊരിക്കലും അവരെ സ്നേഹിക്കുവാനായിട്ട് പറ്റില്ല. അമ്മായിയമ്മക്ക് മൂത്തവളോട് ക്ഷമിക്കാൻ പറ്റിയില്ല. കാരണം അവളോട് വിദ്വേഷമുണ്ടായിരുന്നു. അവളോട് ഒട്ടും തന്നെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരുന്നില്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഒരുമിച്ച് വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം, സ്നേഹത്തോടെ വിളിക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ, കുറവുകൾ ക്ഷമിച്ചുകൊണ്ട് വിളിക്കാം. വിദ്വേഷം വിട്ടുപോകണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. ഉള്ളിൽ സ്നേഹം നിറയണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് വിദ്വേഷമെന്ന തിന്മയുടെ നാലാമത്തെ ദൂഷ്യഫലം വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുവാനായിട്ടിടയാക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? വിദ്വേഷമുള്ളത് കൊണ്ടാണ്, നമുക്കവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ്, സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ഈ സ്നേഹക്കുറവിന്റെ കാരണം ഒരുപക്ഷെ അവർ നമ്മളെ വിമർശിച്ചിട്ടുണ്ടാകും, നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ പരിഹസിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം വിദ്വേഷത്തിന്റെ ഒരു വേര് മുളക്കുവാനായിട്ട്. അത് കാലക്രമേണ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. പ്രിയമുള്ളവരെ, യൂദാസിന് ഈശോയോടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഇടവന്നത്? യൂദാസിന്റെ ഉള്ളിൽ വിദ്വേഷം വളരുവാനായിട്ടിടയാക്കിയ ഒരു സംഭവം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം തന്റെ ഭവനത്തിൽ ഒരു വിരുന്ന് സൽക്കാരം നടക്കുകയായിരുന്നു. അവന്റെ ഭവനത്തിൽ അപ്പോൾ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും അവളുടെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തു. ഇത് കണ്ട് യൂദാസ് പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടാ? എന്തുകൊണ്ട് ഈ തൈലം വിറ്റ് ദരിദ്രരെ സഹായിച്ചുകൂടാ? അപ്പോൾ അവനെ തിരുത്തിക്കൊണ്ട് യേശു പറഞ്ഞു, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, അവളെ തടയണ്ട, അവൾ അവളുടെ പ്രവൃത്തി ചെയ്തോട്ടെ, അവളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, തന്റെ അഭിപ്രായം മാനിക്കാതിരുന്നത്, തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തിരുത്തിയത് യൂദാസിനൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അവന്റെ അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തിന് അവിടെ മുറിവേറ്റു. ഈശോ തന്നെ പരിഗണിക്കുന്നില്ലെന്നും തന്നെ അവഗണിക്കുകയാണെന്നും അവന് തോന്നി. അതോടെ അവന്റെ ഹൃദയത്തിൽ പകയുടെ കനലുകൾ എരിയുവാൻ തുടങ്ങി. അവനിലെ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് അതവനെ ഒറ്റുകാരനായ യൂദാസാക്കി മാറ്റി. ഉള്ളിൽ വിദ്വേഷം വളർന്നതോടെ അവന് ഈശോയുമായിട്ടുള്ള ബന്ധം അവിടെ നഷ്ടപ്പെട്ടു. അവന്റെ ഹൃദയത്തിൽ പിന്നെ ഗുരുവിനൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല, ഗുരുവിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. പിന്നെയോ അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമയുടെ വിലയായിരുന്നു, വെറും 30 വെള്ളിക്കാശ്. കാരണം അവന്റെ യേശുവുമായിട്ടുള്ള ബന്ധം അവിടെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിദ്വേഷം ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. ഒരു മകൻ അമ്മയോടുള്ള വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഒരു മകൻ അമ്മയെ പിന്നെ വിളിക്കുന്നത് എന്താണ്? ഈ തള്ള, അല്ലെ? ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ വരുന്നത്. അപ്പനോടുള്ള വിദ്വേഷം, മകൻ ഹൃദയത്തിൽ വിദ്വേഷം സൂക്ഷിക്കുന്ന മകൻ അപ്പനെ പിന്നെ വിളിക്കുന്നത് എന്തായിരിക്കും? അപ്പനെന്നായിരിക്കില്ല, അല്ലെ? പിന്നെന്തായിരിക്കും? നിങ്ങൾക്കറിയാം എന്താ വിളിക്കുന്നത്. അതുപോലെ മക്കളോട് മാതാപിതാക്കൾക്ക് വിദ്വേഷമാണെങ്കിൽ, അല്ലെ, ശാപവാക്കുകളൊക്കെ പറയും.
ബന്ധങ്ങൾ നഷ്ടപ്പെടുകയാണ് വിദ്വേഷത്തിലൂടെ. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, വിദ്വേഷം നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്നു. പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. നിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ഹൃദയത്തിൽ യഥാർത്ഥമായ സ്നേഹം ഇല്ല എന്ന് തന്നെയാണ്. നമ്മളതിന് കാരണം തിരക്കി മറ്റെങ്ങും പോകണ്ട. നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷം, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമില്ല എന്ന് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം നമ്മൾ പഠിച്ചു. വിദ്വേഷമെന്ന തിന്മയെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? അതിജീവിക്കണമോ അതോ വിദ്വേഷം കൂടെ കൊണ്ട് നടക്കണമോ? ഒരു ബലമല്ലേ വിദ്വേഷമൊക്കെ ഉള്ളപ്പോൾ? വേണ്ട. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് വിദ്വേഷമെന്ന തിന്മയെ നമ്മൾ വിട്ടുപേക്ഷിക്കണം. അതിജീവിക്കണമെങ്കിൽ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ തന്നെ ഐഡന്റിറ്റിയെ അംഗീകരിക്കുക, നമ്മുടെ അസ്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ സ്വത്വബോധം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബോധ്യമുള്ളവരായിരിക്കുക, നമ്മളുടെ ഐഡന്റിറ്റി എന്താണെന്ന് നമ്മൾ ബോധ്യമുള്ളവരാകുക. എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നതും ഞാൻ എവിടെ താമസിക്കുന്നുവെന്നതും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതും എന്നതിനെ ഉൾക്കൊള്ളുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവപിതാവിൽ നിന്ന് വരുന്നവരാണെന്നും ദൈവപുത്രനിൽ വസിക്കുന്നവരാണെന്നും ഈ വന്ന ദൈവത്തിങ്കിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നതും. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വരുന്നത് ദൈവത്തിൽ നിന്ന്, നമ്മൾ വസിക്കുന്നത് ദൈവത്തിൽ, നമ്മൾ പോകുന്നത് ദൈവത്തിലേക്കാണ്. നമ്മുടെ ഐഡന്റിറ്റി അത് തന്നെയാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നാണ്. ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന അവബോധം വിദ്വേഷമെന്ന പാപം ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയാണ്. ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിന്റെ മകനാണെങ്കിൽ, മകളാണെങ്കിൽ, എൻ്റെ അടുത്തിരിക്കുന്നവരും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ സമൂഹത്തിലുള്ളവരൊക്കെ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഐഡന്റിറ്റി, അസ്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുക, മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക. ഈ ബോധ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഈ അനാവശ്യമായിട്ടുള്ള തിന്മകളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഞാനൊരു ദൈവ പൈതലാണെന്നതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ളവരും ഞാനുമായി ഇടപാട് നടത്തുന്നവരും എൻ്റെ മേലുള്ളവരും എൻ്റെ കീഴിലുള്ളവരും എൻ്റെ അയൽക്കാരും എൻ്റെ സഹപ്രവർത്തകരും അവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് നമ്മൾ വിലമതിക്കേണ്ടതാണ്. അങ്ങനെ ദൈവമക്കളായ ദൈവം വിലമതിക്കുന്നവരോട് എനിക്കെങ്ങനെയാണ് വിദ്വേഷം പുലർത്തുവാനാകുക? എല്ലാ മനുഷ്യരും ദൈവമക്കളാണെന്ന ചിന്ത പ്രിയപ്പെട്ടവരെ, ആ ഒരു ശരിയായ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ഈ വിദ്വേഷത്തെ, ഈ വെറുപ്പിനെ അതിജീവിക്കുവാനും സ്നേഹത്തോടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ ദൈവമക്കളാണെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തന്നെ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അതുപോലെ തന്നെ തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. അപ്പൊ നിങ്ങള് ദൈവത്തിന്റെ മക്കളാണോ പിശാചിന്റെ മക്കളാണോ? ദൈവത്തിന്റെ മക്കളാണെങ്കിൽ സ്നേഹിക്കണം. ഉള്ളിൽ വിദ്വേഷം വെച്ചുകൊണ്ട് ആരെയും സ്നേഹിക്കാതിരുന്നിട്ട് ദൈവത്തിന്റെ മക്കളാണെന്നും പറഞ്ഞ് ഇങ്ങനെ മുഖത്ത് പൗഡർ ഇട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ടാണ് ശ്ലീഹ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും നമ്മൾ പോയിട്ട് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ സ്നേഹം നമുക്ക് തന്നെ, നമ്മൾ ആരോടും ചോദിക്കേണ്ടായില്ല, നമുക്ക് തന്നെ മനസ്സിലാക്കാം. എൻ്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ
എൻ്റെ ഉള്ളിൽ വെറുപ്പാണെങ്കിൽ ഞാൻ എൻ്റെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? പിശാചിൽ നിന്ന് വരുന്ന പിശാചിലേക്ക് തന്നെ പോകും. പിശാചിൽ നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹായുടെ യോഹന്നാന്റെ ഈ തിരുവചനം നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ്, അതായത് ഞാൻ ദൈവത്തിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്നുള്ള തിരിച്ചറിവാണ് തെറ്റ് ചെയ്തവരോട്, നമുക്കെതിരെ തെറ്റ് ചെയ്തവരോട്, നമ്മളോട് ദ്രോഹം ചെയ്തവരോട് ക്ഷമിക്കുവാനും വിദ്വേഷമൊക്കെ വിട്ടുപേക്ഷിച്ച് ദൈവമക്കളായിട്ട് നിലനിൽക്കുവാൻ, ജീവിക്കുവാൻ പ്രേരണ നൽകുന്നത്. നമുക്ക് ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. സ്വരമുയർത്തി വിളിക്കട്ടെ. നമ്മൾ ദൈവമക്കളാണെന്ന ബോധ്യത്തോടെ വിളിക്കട്ടെ. മറ്റുള്ളവരും ദൈവമക്കളാണെന്ന ബോധ്യത്തോടെ വിളിക്കട്ടെ. വിദ്വേഷം വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിളിക്കട്ടെ. ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു വിളിക്കട്ടെ. നമ്മളോട് ദ്രോഹം ചെയ്തവരോട് ക്ഷമിച്ചുകൊണ്ട് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിദ്വേഷത്തെ അതിജീവിക്കുവാനുള്ള രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറയപ്പെടുക എന്നുള്ളതാണ്. സ്നേഹമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമല്ലേ? അതെ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ നമുക്കൊരിക്കലും ഈ തിന്മയെ, വിദ്വേഷമെന്ന തിന്മയെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിദ്വേഷത്തെ അതിജീവിക്കുവാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ സ്വാഭാവികമായ ജീവിത രീതികളോടും പ്രവർത്തന ശൈലികളോടും എളുപ്പത്തിൽ അതിനെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ഭർത്താവിനെയും 6ഉം 8ഉം പ്രായമുള്ള വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച ഘാതകരോട് ക്ഷമിക്കുവാനായിട്ട് ഗ്രഹാം സ്റ്റെയിന്റെ ഭാര്യയായ ഗ്ലാഡീസ് സ്റ്റെയിനെ ക്ഷമിക്കുവാനായിട്ട്, ആ ഘാതകരോട് ക്ഷമിക്കുവാനായിട്ട് കഴിഞ്ഞതിന്റെ കാരണം എന്താണ്? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായത് കൊണ്ടാണ്, നിറവുണ്ടായത് കൊണ്ടാണ്. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? ക്ഷമിക്കൂ. അതാണ് വ്യത്യാസം. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ആഴമായ അഭിഷേകമുള്ളവർക്ക് ഹൃദയത്തിലൊരിക്കലും വിദ്വേഷം സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വിദ്വേഷം പൊട്ടിയുയരുന്നുണ്ടെങ്കിൽ, അനിയന്ത്രിതമായ പക നിന്റെ ഹൃദയത്തിൽ വളരുന്നുണ്ടെങ്കിൽ, നിന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കുറവിനെയാണത് സൂചിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. ആത്മാവിന്റെ അഭിഷേകത്താൽ നിറവുള്ള വ്യക്തികൾക്കൊരിക്കലും സ്നേഹത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. കാരണം അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തിലും എത്രമാത്രം ദ്രോഹം മറ്റുള്ളവരിൽ നിന്ന് ഏറ്റാലും ഒരിക്കലും വിദ്വേഷത്തിന്റെ വിത്ത് അവരുടെ ഹൃദയത്തിൽ പൊട്ടിമുളയ്ക്കുകയില്ല. അതങ്ങനെയുള്ളൊരു വിളനിലമായിരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് വിദ്വേഷത്തെ അതിജീവിക്കുവാനായിട്ടുള്ള മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വിദ്വേഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കുവാനായിട്ട് ജാഗ്രതയുള്ളവരായിരിക്കുക, കരുതലുള്ളവരായിരിക്കുക. ഒന്നാമത്തത് എന്താണ്? വിദ്വേഷത്തെ അതിജീവിക്കണം. ഒന്നാമതായിട്ട് നമ്മുടെ അസ്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുക, അംഗീകരിക്കുക. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുക. മൂന്നാമതായിട്ട് ഈ ഒരു തിന്മയെക്കുറിച്ച്, ഈ വിദ്വേഷം എന്ന തിന്മ നമ്മളിൽ വേര് പാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജാഗ്രതയുള്ളവരാകുക, കരുതലുള്ളവരാകുക. പലപ്പോഴും വിദ്വേഷത്തിന്റെ വേര് നമ്മുടെ ഉള്ളിൽ വളരുന്നത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്.
ഒരാളുടെ തിന്മകളെക്കുറിച്ച് കേൾക്കുമ്പോൾ, അയാൾ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ചുള്ള വിവരണം കേൾക്കുമ്പോൾ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിദ്വേഷത്തിന്റെ വേരുകൾ ഇങ്ങനെ നാനാഭാഗത്തേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, വിദേശത്തുള്ള സ്വന്തം മകളോട് അമ്മ മരുമകളെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഇങ്ങനെ ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിരന്തരം ഇത് കേട്ടുകൊണ്ടിരിക്കുക. മകളങ്ങ് വിദേശത്താണ്. അപ്പൊ നിരന്തരം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകളുടെ ഉള്ളിൽ അവൾ പോലും അറിയാതെ തന്റെ നാത്തൂനെതിരായിട്ട് അല്ലെ ഇങ്ങനെ ചെറിയൊരു ദ്വേഷം ഇങ്ങനെ ഉള്ളിൽ വരും. കേട്ടുകൊണ്ടിരിക്കുക. അമ്മ ഇങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സത്യത്തിൽ നാത്തൂൻ ഇവൾക്കെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവൾ വിദേശത്തിരിക്കുകയല്ലേ, അല്ലേ, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കേൾവിയിലൂടെ ഇങ്ങനെ കേട്ട് 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ തന്നെ ആ വ്യക്തിക്കെതിരായിട്ട്, അല്ല ശരിയും തെറ്റും നമുക്കറിയില്ല. ഈ അമ്മ പറയുന്നതെല്ലാം ശരിയാണോ എന്നറിയില്ല. അമ്മ പറയുന്നതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ കേട്ട് 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 നമ്മൾ അറിയാതെ തന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടക്കേട്, ഒരു വിദ്വേഷം ഇങ്ങനെ ഒരു പേര് പിടിക്കും. ഈ മകള് വെക്കേഷന് അല്ലെ ലീവ് കിട്ടി നാട്ടിലേക്ക് വരുമ്പോൾ ഈ നാത്തിനോട് എങ്ങനെയായിരിക്കും പെരുമാറുക? വളരെ വളരെ സ്നേഹത്തോടെ ആയിരിക്കുമോ പെരുമാറുക? അല്ല. അതിന് കാരണം എന്താണ്? അമ്മ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കാരണം അവളുടെ ഉള്ളിൽ ആരെയൊക്കെ ഇങ്ങനെ വിതച്ച ഈ വിദ്വേഷത്തിന്റെ വിത്തുകളൊക്കെ ഇങ്ങനെ വേര് പിടിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, അങ്ങനെ തന്നെ വിട്ടേക്കുക. നമ്മുടെ ഉള്ളിൽ വളരാനായിട്ട് നമ്മൾ അനുവദിക്കാതിരിക്കുക. ഈ പരിപ്പ് ഇവിടെ പറഞ്ഞാൽ മതി, നമ്മൾ പറഞ്ഞാൽ മതി. നമ്മള് കുറച്ചുകൂടി താന്ന് പറയും, കുറച്ചുകൂടി ഞാൻ വേവിക്കാമെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത് വിദ്വേഷത്തിന്റെ വിത്തും വേരും ഉള്ളിൽ വളരുന്നതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന്. കേൾക്കുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ അറിയാതെ ഒന്നും കേൾക്കുന്ന പാടെ വിശ്വസിക്കാതിരിക്കുക, ആ കേൾക്കുന്ന പാടെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. അതുപോലെ ഒരാൾ കേട്ടതനുസരിച്ച് നമ്മൾ വിദ്വേഷം പ്രകടിപ്പിക്കാതിരിക്കുക. നമുക്കതിന്റെ ശരിയും തെറ്റുമെന്നും അറിയാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് ആരോടാണ് വിദ്വേഷമുള്ളത്? അവരുടെ നന്മകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഒന്നാമതായിട്ട് എന്താണ്? നമ്മുടെ അസ്തിത്വത്തെ നമ്മൾ അറിയുക. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടാകുക. മൂന്നാമതായിട്ട് ജാഗ്രതയുള്ളവരാകുക. വിദ്വേഷം നമ്മുടെ ഉള്ളിൽ വേര് പിടിക്കുന്നുണ്ട്, ഒരിഷ്ടക്കേട് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. അത് വളരാതിരിക്കുവാനായിട്ട് നമ്മൾ ജാഗ്രതയുള്ളവരാകുക, കരുതലുള്ളവരാകുക. നാലാമതായിട്ട് മറ്റുള്ളവരുടെ, നമുക്കൊരാളൊരു വിദ്വേഷമുണ്ടെങ്കിൽ അയാളുടെ നന്മകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. വിദ്വേഷം അതിജീവിക്കണമെങ്കിൽ, വേണ്ടായെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി, നമ്മളിപ്പോ പോണ പോലെ അങ്ങ് പോയാൽ മതി. അപ്പോൾ അതിജീവിക്കണമെങ്കിൽ ആരോടാണ് നമുക്ക് വിദ്വേഷമുള്ളത്? അവരുടെ നന്മകളെ കുറിച്ച് ചിന്തിക്കുക. എന്തിനെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. വിവിധ ഉപദേശങ്ങളുടെ അവസാന ഭാഗത്താണ് ശ്ലീഹ നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? വേറെ കാര്യങ്ങൾ. പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളിൽ പ്രശംസായോഗ്യമായിട്ടുള്ളത് എന്താണെന്ന് ചിന്തിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരുവനിലെ കുറ്റങ്ങളെ, കുറവുകളെ, പോരായ്മകളെ ചികഞ്ഞെടുത്ത് ചിന്തിക്കുകയല്ല വേണ്ടത്. ഒരാളെ നമ്മൾ സ്കാൻ ചെയ്ത് അയാളുടെ കുറവുകളെ കണ്ടെത്തുകയല്ല വേണ്ടത്, അയാളിലെ നന്മകൾ കണ്ടെത്തുക. പ്രശംസായോഗ്യമായിട്ട് എന്താണുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുവാനായിട്ടാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
വീണ്ടും ഒരാളിൽ സ്നേഹാർഹമായിട്ടുള്ളത് എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവരിലും നന്മകളൊക്കെ ഉണ്ടല്ലേ, എല്ലാവരിലും ഉണ്ട്. നമ്മൾ ഈ നന്മകളെ കാണാതെ അവരുടെ തിന്മകളെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പൊ നമ്മൾ നന്മകൾ കാണുമ്പോൾ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് അവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഒരാളിൽ പ്രശംസായോഗ്യമായിട്ട് എന്താണുള്ളത് അത് നമ്മൾ കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് +2 ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അഭിനന്ദിക്കുക. അവള് കോപ്പി അടിച്ചാണെന്ന് പറയല്ലേ. ഒരാളിൽ സുന്ദരമായിട്ടുള്ളത് എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ ചിന്തിക്കേണ്ടതിന് പകരം നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് വിപരീതമായിട്ടാണ്. മറ്റുള്ളവരിൽ വികലമായിട്ടുള്ളത് എന്താണോ അതിനെക്കുറിച്ചാണ്, മറ്റുള്ളവരുടെ പോരായ്മകൾ എന്താണോ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവരുടെ പോരായ്മകളും കുറവുകളുമൊക്കെയാണ് നമ്മുടെ ചിന്താ വിഷയമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, അവരന്റെ ഉള്ളിലെ തിന്മയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള തിന്മകളുടെ തിരിശേഷിപ്പാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മളത് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. അമ്മ അല്ലെങ്കിൽ ഭാര്യ കഷ്ടപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റില്ലേ? ഇല്ലേ? നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് എന്ത് നന്മകൾ പറയാൻ പറ്റും? നല്ല ചൂടുള്ള ചോറെന്ന് പറയാൻ പറ്റില്ലേ? ഇല്ലേ? നല്ല രുചിയുള്ള കറി. പക്ഷെ നമ്മൾ ആ ചോറിൽ കിടക്കുന്ന ഒരു കരടിനെ മാത്രമേ കാണുകയുള്ളൂ. ചോറിൽ കിടക്കുന്ന ഒരു കരട് മാത്രം കാണുക, കുറ്റം കണ്ടുപിടിക്കുന്നു. അല്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കി അവരുടെ മുമ്പിൽ വിളമ്പി വച്ചിരിക്കുന്ന ആ ഒരു ഭക്ഷണത്തെക്കുറിച്ച്, അത് ഉണ്ടാക്കിയവരെ കുറിച്ച് അവരുടെ നന്മകൾ കാണാനോ ഒന്നും നമ്മൾ തയ്യാറാകില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അല്ലെങ്കിൽ ആ കറിയിലെ ഉപ്പില്ലാത്തതിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. ഉപ്പ് കൂടിപ്പോയി, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞുപോയി, രുചിയില്ല, എരിവ് കൂടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മറ്റുള്ളവരിലെ അവരിലുള്ള അനേകായിരം തിന്മകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ആ തിന്മകളെ ഓർത്ത്, കുറവുകളെ ഓർത്ത് ഉള്ളിൽ ഇഷ്ടക്കേട് വളർത്തുന്നതിന് പകരം ആരോടാണോ നമുക്ക് വിദ്വേഷമുള്ളത്, നമുക്ക് ഇഷ്ടക്കേടുള്ളത്, അവരുടെ നന്മകളെ കുറിച്ച് ചിന്തിച്ചാൽ ഈ തിന്മയിൽ നിന്ന് നമുക്ക് വിടുതൽ നേടുവാനായിട്ട് സാധിക്കും. തൊഴിലുറപ്പെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അവസരമാണ്. കൂട്ടം കൂടി നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് 2 നല്ല കാര്യങ്ങളൊക്കെ പറയുക. ആ ചേച്ചി കൈവയ്യെങ്കിൽ നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട്, അല്ലേ? നന്മകൾ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർക്കാർ കാശ് മുടക്കി തൊഴിലുറപ്പൊക്കെ തരുന്ന ഇങ്ങനെയുള്ള നന്മകളൊക്കെ പറയുന്നതിന് വേണ്ടി കൂടിയിട്ടാ. പ്രിയപ്പെട്ടവരെ, 5ാമതായിട്ട് അവസാനത്തെ, വിദ്വേഷമുള്ളവരുമായി വ്യക്തിപരമായി സംഭാഷണത്തിലേർപ്പെടുക. അവരുമായിട്ട് വെറുതെയെങ്കിലും സംസാരിക്കുക, ഒരു ഗുഡ് മോർണിംഗിലും പറയുക, അല്ലെ? മൊബൈലില് വാട്സപ്പിലൊക്കെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജൊക്കെ വരുമല്ലോ. നേരിട്ട് നമ്മൾ പറയുക. വിദ്വേഷമുള്ള ഒരാൾ നേരിട്ട് കാണുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയുക. അരിശത്തോടു കൂടിയാണെങ്കിലും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു പിറ്റേ ദിവസം ശരിയായിക്കോളും. അറിയാതെ ഒരു പുഞ്ചിരിയൊക്കെ മുഖത്ത് വരിഞ്ഞോളും. നമ്മുടെ മുഖത്തൊന്നും പുഞ്ചിരി ഉണ്ടാകുകയില്ല. ഒരു വിരിഞ്ഞിരിക്കണ ഒരു പുഷ്പം എടുത്തിട്ട് ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു വിടും. ആ ഒരു പുഞ്ചിരി വിടരേണ്ടത് നമ്മുടെ മുഖത്താണ്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്വേഷമുള്ള ഒരാളുമായി നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടണമെന്ന് ഈശോ നമ്മെ കൃത്യമായി ഉപദേശിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ. നമുക്ക് എല്ലാവർക്കും പരിചിതമായ വചനമാണ്. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക.
പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ഈ രമ്യതപ്പെടുക എന്ന് പറയുന്ന പോയിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ ചുണ്ടും അടച്ചു പിടിച്ച് നിൽക്കുകയാണ്, സംസാരിക്കുകയാണ് അവരോട് ചെയ്യുന്നത്. അനുരഞ്ജനം അതാണ്. ഒരു സംസാരത്തിന്റെ ഒരു വേദി ഒരുക്കുക. ഒരു സംഭാഷണത്തിലൂടെ, അനുരഞ്ജനത്തിന്റെ വാക്കുകളിലൂടെ നമ്മെ നശിപ്പിക്കുന്ന തിന്മകളായ വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വിരോധത്തിൽ നിന്നുമൊക്കെ മോചനം നേടുവാനായിട്ട് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് നൽകുന്ന ഒരു തിരുവചനമാണ്. ആരോടെങ്കിലും വിരോധമുണ്ട്, അവർക്ക് നമ്മളോട് വിരോധമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പോയി അനുരഞ്ജനപ്പെടുക, സംസാരിച്ച് പറഞ്ഞു തീർക്കുക. ചിലരൊക്കെ അനുരഞ്ജനപ്പെട്ട് കഴിയുമ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയാകും വഴക്കുകളൊക്കെ, അല്ലേ? അനുരഞ്ജനത്തിന് പോയതാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിരിച്ചാൽ, ഒന്ന് സുഖമാണോ എന്ന് ചോദിച്ചാൽ ഉരുകിപ്പോകാവുന്ന മഞ്ഞുമലകളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. നീയൊരു വാക്ക് മിണ്ടാൻ തയ്യാറായാൽ, ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ, ഒന്ന് ക്ഷമിച്ചു എന്ന് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈ തിന്മകളൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ കേട്ട വചനങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴമായി പതിയാനും ജീവിതത്തിൽ മനപരിവർത്തനമുണ്ടാകുവാനും വ്യത്യാസം വരുത്തുവാനും വിദ്വേഷമെന്ന വെറുപ്പെന്ന തിന്മയെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിൽ വളരാൻ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു അഭിഷേകം നമ്മളിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുവാനും നമ്മളെ ഒരു പുതിയ വ്യക്തിയായി, സ്നേഹമുള്ള വ്യക്തിയായി രൂപപ്പെടുത്തുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ, വന്നു നിറയണമേ നിത്യസഹായകനേ. പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ, വന്നു നിറയണമേ നിത്യസഹായകനേ. പടരണമേ നിറഞ്ഞ കവിഞ്ഞൊഴുകണമേ, കത്തി പടരണമേ നിറഞ്ഞ കവിഞ്ഞൊഴുകണമേ. ആത്മാവേ അവനാത്മാവേ, പുതിയൊരു ജനനം നൽകിടണേ. ആത്മാവേ അവനാത്മാവേ, പുതിയൊരു ജനനം നൽകിടണേ. പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ, വന്നു നിറയണമേ നിത്യസഹായകനേ. ഉറക്കെ വിളിക്കാം ഈശോയേ. ഹൃദയം തുറന്നു വിളിക്കട്ടെ, സന്തോഷത്തോടെ വിളിക്കട്ടെ, നമ്മളെ തന്നെ സമർപ്പിച്ചു വിളിക്കട്ടെ. വിദ്വേഷം വിട്ടുപോകണമെന്ന ആഗ്രഹത്തോടെ വിളിക്കട്ടെ. വിഭാഗീയ ചിന്താഗതികൾ വിട്ടുപോകട്ടെ. മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് വിളിക്കട്ടെ. അവരന്റെ നന്മയിൽ സന്തോഷിച്ചുകൊണ്ട് വിളിക്കട്ടെ. അഭിഷേകത്തോടെ വിളിക്കട്ടെ. കരമടിച്ചു പാടാം. ജ്ഞാനത്തിനാത്മാവേ എന്നിൽ
ചൊരിയണമേ. സോളമന്റെ ത്യാഗം പോലെ സ്വർഗീയ സ്നേഹം പോലെ, സോളമന്റെ ത്യാഗം പോലെ സ്വർഗീയ സ്നേഹം പോലെ ആത്മാവേ എന്നിൽ നിറഞ്ഞിടണേ, ആത്മാവേ എന്നിൽ നിറഞ്ഞിടണേ, പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ.